Hi friends, present continuous tense. ഇതിനകത്ത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ ഉപയോഗങ്ങളാണ്. ഇപ്പോൾ ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ രസമുള്ളൊരു ടെൻസാണ്. അതെന്താണ് ഞാൻ പിന്നെ പറയാം. ഇതിൻ്റെ ഉപയോഗം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് നോട്ട് അല്ല ഇല്ല എന്നുള്ള ഒരു അർത്ഥം വരാത്ത വാക്യങ്ങളാണ് പോസിറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചോദ്യം. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ല ഇല്ല എന്നുള്ള അർത്ഥം വരുന്ന വാക്യങ്ങളെയാണ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ആം ഈറ്റിംഗ്, പോസിറ്റീവ്. ഐ ആം നോട്ട് ഈറ്റിംഗ്, നെഗറ്റീവ് അല്ലേ? അതുപോലെ തന്നെ ആർ യു പ്ലേയിങ്, അത് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണയായിട്ട് ഈ ടെൻസിൻ്റെ കൂടെ വരുന്ന കുറേ വാക്കുകളുണ്ട്. അതാണ് ഓൾറെഡി. ഓൾറെഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൾറെഡി ഓൾറെഡി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഓവർ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? ഞാൻ വന്നു കഴിഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞല്ലോ എന്ന് പറയല്ലേ. പിന്നെ ജസ്റ്റ് ഇപ്പോൾ, സോഫർ, ഇതുവരെ. അതുപോലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എറ്റ്, ഇതുവരെ സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എറ്റ്, ഇതുവരെ സംഭവിച്ചില്ല. സെൻറ്റൻസ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നെവർ നെഗറ്റീവാണ്. അതുപോലെ എവർ നമ്മൾ ഹാവ് യു എവർ ഗോൺ ടു കുമരകം എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു എവർ ഗോൺ ഓർ ഹാവ് യു എവർ ബീൻ ടു കുമരകം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഈ ക്വസ്റ്റ്യൻസിനകത്താണ് കൂടുതലായിട്ട് അത് വരുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന സമയം വരെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം രണ്ടായാലും ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ആ പറയുന്ന സമയത്ത് തീരുന്നതായിരിക്കണം, അല്ലെങ്കിൽ പറയുന്ന സമയം വരെ തീരാത്തതായിരിക്കണം. പറയുന്ന സമയം വരെ തീരുന്ന പെർഫെക്റ്റ്, കംപ്ലീറ്റ്. പെർഫെക്റ്റിൻ്റെ അർത്ഥം അതാണ്, കംപ്ലീറ്റ്. പറയുന്ന സമയത്ത് തീർന്നിരിക്കണം, അല്ലെങ്കിൽ പറയുന്ന സമയം വരെ തീരാതിരിക്കണം. ഇപ്പം തീർന്നിരിക്കുന്നതാണെങ്കിൽ പോസിറ്റീവ്, തീരാതിരിക്കുന്നതാണ് നെഗറ്റീവ്. നമ്മുടെ സെൻറ്റൻസ് എക്സാമ്പിൾ എടുത്ത് നോക്കി. ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ഫോർ ഹോം. ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ഫോർ ഹോം. ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു മോമെൻ്റ് ഉണ്ടല്ലോ, ആ മോമെൻറ്റിൽ അവൻ പോയി കഴിഞ്ഞു. ജസ്റ്റ് ലെഫ്റ്റ്, ഈ ഒരു മോമെൻറ്റിൽ. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് പറയുന്ന സമയത്ത് ഒന്നിലെ തീർന്നിരിക്കണം, അല്ലെങ്കിൽ പറയുന്ന സമയം വരെ തീരാതിരിക്കണം. രണ്ടാമത്തെ നോക്കി, ഇറ്റ് ഈസ് റെയിൻഡ്. ഇപ്പം മഴ പെയ്യുന്നില്ല, ഞാൻ ഈ പറഞ്ഞ സമയത്ത് തീർന്നു, മഴ പെയ്ത് തീർന്നു. മനസ്സിലായോ? ഇറ്റ് ഈസ് റെയിൻഡ്. ഹി ഹാസ് ലെഫ്റ്റ്. ഈ പറയുന്ന സമയത്ത് പോയി എന്നുള്ളതാണ്, പറയുന്ന സമയത്ത് തീർന്നു. ദേ ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്. അവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏത്? ഞാൻ ഈ പറയുന്ന സമയത്ത്. ഹി ഹാസൻ കം യെറ്റ്, ഇതുവരെ വന്നില്ല. ഈ പറയുന്ന സമയം വരെ വന്നില്ല, അടുത്ത പ്രസന്റ് വരാം. ദ മിനിസ്റ്റർ ഹാസ് നോട്ട് കം യെറ്റ്. The minister has not come yet. Headmaster has not come yet. റെഗുലർ കുട്ടികളെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്ഥിരം താമസിച്ച് വരുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഹി ഹാസ് നോട്ട് കം യെറ്റ്, സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന, നമ്മളതിന് പറയുന്ന റെഗുലർലി ഇറഗുലർ എന്നാണ്. അതായത് സ്ഥിരമായിട്ട് ഇറഗുലറായിട്ട് വരിക. ഇപ്പം നമ്മൾ പറയുക ഹാസ് ഹി കം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഹി ഹാസ് നോട്ട് കം, ഹി ഹാസൻ കം. ഈ പറയുന്ന മോമെൻറ്റിൽ, ഈ
പറയുന്ന മോമെൻറ്റിലാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പുറകോട്ടുമില്ല മുമ്പോട്ടുമില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹാവ് യു എവർ ഗോൺ ടു പാരീസ്? ഹാവ് യു എവർ ഗോൺ ടു പാരീസ്? അത് എവർ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലാണ്. അപ്പം ഇതുവരെയ്ക്കുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന സമയം വരയ്ക്കും നിങ്ങൾ പാരീസിൽ പോയിട്ടുണ്ടോ? ഇല്ല. പുറകിലത്തെ കാര്യമല്ല, മുമ്പിലത്തെ കാര്യം, മുന്നോട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ പർട്ടിക്കുലർ മൊമെൻറ്റ്, ഈ കൃത്യസമയം. ദെൻ ഹാവ് യു ടേക്കൺ യുവർ ഫുഡ് യെറ്റ്? കണ്ടോ? ഹാവ് യു ടേക്കൺ യുവർ ഫുഡ് യെറ്റ് ക്വസ്റ്റ്യൻസിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. യെറ്റ് അല്ല നെഗറ്റീവിലും വരും. ഐ ഹാവൻ സീൻ ഹിം യെറ്റ്, ഹി ഹാസൻ കം യെറ്റ്. ഹാവ് യു ടേക്കൺ യുവർ ഫുഡ് യെറ്റ്? ഈ സമയത്ത് 11 മണിയായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഭക്ഷണം കഴിച്ചോ? ഞാൻ ചോദിക്കുന്നതിനും വരെ എന്നുള്ള അർത്ഥമാണ്. ഈ സമയത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് നടന്നോ നടന്നില്ലയോ? നടന്നെന്നാണെങ്കിൽ ഓൾറെഡി ജസ്റ്റ് ഒക്കെ പറയാം. നടന്നില്ലെങ്കിൽ യെറ്റ്. ചോദ്യമാണെങ്കിലും യെറ്റ്, അല്ലെങ്കിൽ എവർ. അത് നെഗറ്റീവാണ് നെവർ. ഐ ഹാവ് നെവർ ബീൻ ടു കുമരകം. എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥമല്ല, ഞാൻ പോകും, ചിലപ്പോൾ ഞാൻ ഭാവിയിൽ പോകും. പക്ഷേ ഇപ്പം എന്നോട് ചോദിച്ചില്ലേ, ഹാവ് യു എവർ ബീൻ ടു കുമരകം? ഐ ഹാവ് നെവർ ബീൻ ടു കുമരകം. ഞാൻ കുമരകത്തിന് ഇതുവരെ പോയിട്ടില്ല. അതാണ്. ഹാവ് യു സീൻ എ ഡെവിൾ? ഹാവ് യു സീൻ എ ഡെവിൾ യെറ്റ്? ഈ സമയം വരെ നീ പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഉത്തരം പറയുന്നത് എങ്ങനെ അറിയാമോ? ഐ ഹാവ് നെവർ സീൻ എ ഡെവിൾ. അതായത് നീ എന്നോട് ചോദിച്ചല്ലോ, ഈ സമയം വരെ ഞാൻ കണ്ടില്ല. ചെറുത്താനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. മനസ്സിലായോ? ചെറുത്താനുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ അതൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങളാണ്. നമുക്കറിയത്തില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടെന്നാണ്. പക്ഷെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം ഹാവ് യു സീൻ ആൻ ഏഞ്ചൽ യെറ്റ്? ഈ പറയുന്ന സമയം വരെ നീ ഒരു മാലാഖയെ കണ്ടിട്ടുണ്ടോ? ഉത്തരം, ഐ ഹാവ് നെവർ സീൻ ആൻ ഏഞ്ചൽ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ നാളെ കാണും, ചിലപ്പോൾ ഇന്ന് ഉറങ്ങുമ്പോൾ കാണും, ഉറക്കത്തിൽ കാണും. മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾക്ക് ഈ ടെൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഭൂതകാലമായിട്ട് അതിനായിട്ട് അതേപ്പറ്റിയൊന്നും അല്ല നമ്മൾ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞല്ലോ, പുറകോട്ടും ഇല്ല മുമ്പോട്ടും ഇല്ല. പക്ഷെ ഈ പ്രത്യേക നിമിഷം, ഞാൻ ഈ പറയുന്ന നിമിഷം തീരുന്നതാണെങ്കിൽ ഓൾറെഡി പറയാം, ജസ്റ്റ് പറയാം, അല്ല ചുമ്മാ പറയാം. ഇറ്റ് ഹാസ് റെയിൻഡ്. ഹാസ് ഇറ്റ് റെയിൻഡ്? ആരെങ്കിലും ചോദിക്കുക, ഹാസ് ഇറ്റ് റെയിൻഡ്? അയ്യോ, ഇറ്റ് ഹാസ് റെയിൻഡ്. ഇപ്പം അവൻ ഹാസ് ഇറ്റ് റെയിൻഡ് എന്ന് ചോദിക്കുന്നത് എപ്പോഴാണ്? ഞാൻ ഈ ചോദിക്കുന്ന സമയത്ത് മഴ പെയ്തോ? അപ്പം യെസ്, ഇറ്റ് ഹാസ് റെയിൻഡ്. പെയ്തു. ഇതെല്ലാം ആ ഒരു നിമിഷമാണ്. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ചിലർ വിചാരിക്കുന്നത് ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന്. അല്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് യെസ്റ്റർഡേ. ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഐ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ നിമിഷം തീർന്നതാണ്. അപ്പം ഈ നിമിഷം ഇന്നലെ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ ജോലി ഈ നിമിഷം ഇന്നലെ, അത് പറയാൻ പറ്റിയല്ലോ. അതൊരിക്കലും പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ ടെൻസിന് വളരെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഐ ഹാവ് സീൻ ഹിം, ഐ ഹാവ് ഗോൺ ദെയർ, ഐ ഹാവ് മെറ്റ് ഹിം, ഐ ഹാവ് ഡൺ മൈ വർക്ക്. ഇപ്പം ഓഫീസർ ചോദിക്കുക, ഹാവ് യു ഫിനിഷ്ഡ് സെൻഡിങ് ഓൾ ദ ലെറ്റേഴ്സ് ടു ദ കസ്റ്റമേഴ്സ്? യെസ് സർ, ഐ ഹാവ് ഫിനിഷ്ഡ്. അപ്പം ആ നിമിഷമാണ് ചോദിക്കുന്ന. ആ നിമിഷത്തിൽ നിങ്ങൾ ലെറ്ററെല്ലാം അയച്ചോ? യെസ്, ആ നിമിഷം തീർന്നു. അല്ല, ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഹാവ് യു ഫിനിഷ്ഡ് സെൻഡിങ് ലെറ്റേഴ്സ് യെസ്റ്റർഡേ?
അതെന്നാ ഒരു സെൻസില്ലായ്മല്ലേ. ഇപ്പം ഈ നിമിഷം തീർന്ന ഇന്നലെ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിനകത്തൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി പാസ്റ്റൻസ് വരുമ്പോൾ ഞാനിത് കുറച്ചുകൂടെ പറയാം, തമ്മിലുള്ള വ്യത്യാസം പറയാം. സാധാരണ ഉണ്ടാക്കുന്ന ഒരു തെറ്റാണിത്. നമ്മൾ എറർ എന്ന് പറയില്ലേ, ERROR, എറർ. ERROR, എറർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് എന്നാണ്. അപ്പോൾ സാധാരണ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടാകാവുന്ന ഒരു ഏരിയയാണിത്. അത് തെറ്റിദ്ധാരണയാണ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഒരിക്കലുമല്ല. ഇത് പാസ്റ്റ് ടെൻസ് അല്ല. പാസ്റ്റ് അതായത് ചിലപ്പം സംഭവമൊക്കെ നടക്കുന്നത് കുറച്ച് പണ്ടൊക്കെ ആയിരിക്കും, പക്ഷേ തീരുന്നത് ഈ നിമിഷമാണ്. അതാണ്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്, അത് നാളെ ഞാനത് പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് സാധാരണ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്, സിൻസ് ആൻഡ് ഫോൾ. അത് നമുക്ക് നാളെ പറയാം, തീർച്ചയായിട്ടും പറയാം. ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കുന്നത്? ഈ നിമിഷം വരെ ഈ ഞാൻ സംസാരിക്കുന്ന നിമിഷം, അതായത് മോമെൻറ്റ്സ്. ഇപ്പം ഞാൻ പറയണേ ഐ ഹാവ് ത്രോൺ മൈ പെൻ. ഉണ്ടോ? ഞാനിപ്പം ഐ ഹാവ് ത്രോൺ എന്ന് പറയുമ്പം ഈ നിമിഷം എറിഞ്ഞെന്നുള്ളതാണ്. അപ്പം ഇതങ്ങ് ഐ ഹാവ് ത്രോൺ, എന്നിട്ട് ഞാൻ പറയുകയാണ് ഐ ഹാവ് കോട്ട്. ഈ നിമിഷം, ഈ പറയുന്ന നിമിഷത്തിന് മാത്രമേ ഇതിന് വിലയുള്ളൂ. ചിലപ്പം ഈ സംഭവമൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയത്, അത് നമുക്കിനി ഇതിൻ്റെ വേറൊരു വകഭേദമുണ്ട്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പം ഇത്രയും മാത്രം ഓർക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് പാസ്റ്റ് അല്ല. കാരണം അത് പ്രസൻറ്റ് എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പാസ്റ്റാകുന്നു? ഒരിക്കലും പാസ്റ്റാകില്ല. അതുപോലെ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ജസ്റ്റൊക്കെ ഉപയോഗിക്കാം. സോഫാർ ഉപയോഗിക്കാം. അവർ സ്റ്റുഡൻസ് ഹാവ് കളക്റ്റഡ്, സോഫാർ കളക്റ്റഡ് 1 million ഫോർ ഫ്ലഡ് റിലീഫ്. വയനാട്ടിലെ ഫ്ലഡ് റിലീഫിന് വേണ്ടി 1 million rupees ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് ശേഖരിച്ചു എന്ന് പറയാം. ഈ നിമിഷം വരെ, ചിലപ്പോൾ നാളെ ഒരു രൂപയും കൂടെ കിട്ടുമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ടെൻസിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഓൾറെഡി ജസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. സോഫാർ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. യെറ്റ്, നെവർ, എവർ എന്നുള്ളത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെൻറ്റൻസിലുമാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെൻറ്റൻസിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം വരെ നടന്നില്ല എന്നുള്ളതാണ്. ഈ നിമിഷം വരെ നടന്നോ? ക്വസ്റ്റ്യൻ. ഹാവ് യു ടേക്കൺ യുവർ ബ്രേക്ക്ഫാസ്റ്റ് യെറ്റ്? അതായത് 12 മണിക്ക് ചോദിക്കുകയാണ്. ചിലരുണ്ടല്ലോ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒന്നിച്ച് കഴിക്കും 11:30. അതിൻ്റെ ഒരു പേരുണ്ട്, ബ്രഞ്ച് എന്നതിന് പറയും. ബ്രഞ്ച്, BRUNCH, ബ്രഞ്ച്. രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കും. രാവിലെ വിശപ്പില്ല, അപ്പോൾ 11:30 വിശപ്പ് തുടങ്ങും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പോൾ അത് കൊണ്ടുപോവാ, ലഞ്ച് കൊണ്ടുപോവാ, രണ്ടും കൂടെ കൂട്ടിയും കഴിച്ചേക്കും. അതിനാണ് ബ്രഞ്ച്. അതുപോലെ അത് ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ, സോറി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മനസ്സിലായല്ലോ? ഇതിന് ഭൂതകാലമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് ഇവിടെ വരുന്നില്ല. അതുപോലെ ഭാവിയിൽ ഇതിന് യാതൊരു സംഭവമില്ല. ഈ പറയുന്ന നിമിഷം, ഇപ്പം ഞാൻ പറയുകയാണേ, ഞാനിപ്പോൾ ചാടുക, ചെറുതായിട്ടൊന്ന് ചാടിക്കാണിക്കേ, നമ്മൾ പറയാം, ഞാൻ പറയുകയാണേ ഐ ഹാവ് ജംപ്ഡ്. തീർന്നു. അതായത് ഈ നിമിഷം, മനസ്സിലായോ? അതാണ് ഞാൻ പേന എടുത്ത് കാണിച്ചു. ഐ ഹാവ് ഡ്രോപ്ഡ് മൈ പെൻ. എൻ്റെ പേന ഞാൻ താഴെ ഇട്ടു. പിന്നെ പറയാം ഐ ഹാവ് പിക്ഡ് അപ്പ് മൈ പെൻ. ഈ നിമിഷം അതാണ്. ഐ ഹാവ് ഓൾറെഡി പിക്ഡ് അപ്പ്, ഐ ഹാവ് ഓൾറെഡി ഡ്രോപ്ഡ്. ഇത് ഒത്തിരി സ്ഥലത്ത് ഉപയോഗിക്കേണ്ട ഒരു ടെൻസാണ്. അതിൻ്റെ കൺഫ്യൂഷൻ മാറണമെങ്കിൽ കുറേ എക്സർസൈസ് ചെയ്യണം. ആ എക്സർസൈസ് ചെയ്യാൻ നിങ്ങൾക്കുണ്ട്. പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം ഈ ടെൻസിൻ്റെ ഉപയോഗം ഇങ്ങനെ
ഒത്തിരി സ്ഥലത്ത് ഉപയോഗിക്കേണ്ട ഒരു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നൊരു ടെൻസാണിത്. അതുകൊണ്ട് നമുക്കിത് പഠിക്കണം. തൽക്കാലം ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക. പറയുന്ന നിമിഷം തീരുന്നതാണെങ്കിൽ ഓൾറെഡി, സോ ഫാർ അല്ലെങ്കിൽ ജസ്റ്റ് എന്ന് ഉപയോഗിക്കാം. അല്ലാതെയും ഇത് പറയാം. പറയുന്ന സമയത്ത് തീരാത്തതാണെങ്കിൽ തീരാത്തതോ അല്ലെങ്കിൽ പറയുന്ന നിമിഷം തീർന്നോ എന്ന് ചോദിക്കുകയോ ചെയ്യണമെങ്കിൽ യെറ്റ്, നെവർ, എവർ ഉപയോഗിക്കാം. ഓക്കെ, സോ ബൈ. ഇനി നമ്മളിത് സംസാരിക്കും, നാളെയും ഇതേപ്പറ്റി തന്നെ പറയും. പിന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് എടുക്കുമ്പോൾ ഇത് പറയും. പിന്നെ ഇതിൻ്റെ വകഭേദം ഞാൻ പറഞ്ഞില്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എടുക്കുമ്പോഴും നമ്മളിത് തന്നെ പറയും. ഓക്കെ, സോ ബൈ. ഹാവ് എ നൈസ് ഡേ. എൻജോയ്.